ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതും പിന്നെ ഇതുവരെ അറിയാത്തതുമായുള്ള ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും സമയങ്ങളിലായത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേരും ഈ ഒരു രീതിയിലുള്ള കമ്മലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അതായത് സ്വർണത്തിൻ്റെ അല്ലാതെ ഈ ഒരു രീതിയിലുള്ള കമ്മലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റഡ് ഉണ്ട് ബാക്കിലത്തെ റബ്ബർ, ആ ഒരു റബ്ബർ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് മിസ്സായി പോകും അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്തായിരിക്കും ഈ ഒരു റബ്ബർ കാണാതെ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് റബ്ബറാണ്, അതായത് എറേസറാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു എറേസർ മൊത്തത്തിലൊന്നും വേണ്ട, ഇതിൻ്റെ ചെറിയൊരു പീസ് മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള റബ്ബറാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പീസ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര അളവിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു കമ്മലിൽ മാത്രമേ കാണിക്കുള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് മാത്രം കട്ട് ചെയ്തെടുത്തത്. 2 കമ്മലിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലത്തെ റബ്ബർ ഇടുമല്ലോ, അതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പം നമ്മുടെ ആ ഒരു റബ്ബർ നമ്മുടെ കമ്മലിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും. പിന്നെ അത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കാതിലിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കമ്മലിൻ്റെ ബാക്കിലത്തെ ഭാഗമൊന്നും പോയിട്ടാകുമ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. റബ്ബർ എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റബ്ബർ നമുക്ക് ഒരു തവണ മാത്രമല്ല ഒത്തിരി തവണ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ബോക്സൊക്കെ കിട്ടാറുണ്ടല്ലേ. ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ റൗണ്ടിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ അടപ്പ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബ്ലാക്ക് ഭാഗം അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇത്രയും ഭാഗം, അതായത് നേരെ പകുതിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനത്തെ കത്തി ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തിക്ക് വെച്ചിട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ ഒരു അടപ്പിന് നേരെ ഹാഫായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അടപ്പിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു നിർബന്ധമില്ല, നേരെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് വ്യത്യസ്തമായിട്ടൊരു കളർ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചു കൊടുത്ത സ്പ്രേ പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലിഡ് നമുക്ക് ആ ഒരു ബോക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സാധാരണ അടപ്പിടുന്നത് പോലെ തന്നെ അടപ്പിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അടപ്പിൻ്റെ സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അടപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ടൈറ്റായിട്ട് അവിടെ നിന്നോളും, ഇളകി പോരില്ല. ഇതിപ്പോൾ അത്യാവശ്യം ടൈറ്റുള്ള അടപ്പ് തന്നെ ആയതുകൊണ്ട് ഞാൻ ഗമ്മൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ബോക്സ് ഞാനൊരു ചുമരിലോട്ട് ഒടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡബിൾ ടാപ്പ് ഉള്ള ഭാഗം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരുന്നോളൂ. ഇനി ഇതിലോട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടി ഇറക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ എന്ന് വേണമെന്നില്ല, നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം
ഇപ്പം ഞാൻ എന്താ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനം കൊണ്ടാണ് ഇത്രയും നല്ലൊരു വാൾ ഡെക്കോർ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇനി ഇതുപോലുള്ള കണ്ടെയ്നറൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വലിച്ചെറിഞ്ഞ് കളയേണ്ട. ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലൊരു വാൾ ഡെക്കോർ തയ്യാറാക്കി എടുക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ ചകിരി. സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചകിരി ഒന്ന് കത്തിക്കാൻ എടുക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ചകിരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുറച്ചധികം ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഇത്ര കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുവെന്ന് മാത്രം. ഇതിൽ നിന്ന് നമുക്ക് ഒരു പിടിയോളം മാത്രം മതി. ഇപ്പം ഞാൻ ഇത് അതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തതാണ്. ഇത് നമുക്കിന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയൊരു ചീപ്പ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുപോലെ ചീപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ ഒരു ചകിരിയുടെ പൊടിയൊക്കെ ഒന്ന് പോകണം കേട്ടോ. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എന്താ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചകിരിയുടെ പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി നമുക്ക് ചെടികളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടി വെറുതെ കളയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ വിത്തൊക്കെ മുളപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചകിരിയുടെ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ കമ്പോ ആണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരി ഈ ഒരു കമ്പിലോട്ട് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുന്ന ടൈമിൽ ടൈറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഇത് കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ കെട്ടിക്കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചീപ്പ് വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചീകി കൊടുക്കുകയാണ്. ഇനി ഒരു കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് നല്ലൊരു ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എണ്ണയൊക്കെ തൂത്ത് കൊടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പൂജാമുറിയിൽ ഉണ്ടാകുന്ന പൊടികളൊക്കെ തൂക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്കറിയാം, നമ്മളിൽ പലരും ഇതുപോലുള്ള എണ്ണയൊക്കെ തൂക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കോണിൻ്റെ ബ്രഷൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പണവും ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ചകിരിയൊക്കെ കിട്ടുകയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് നമുക്ക് കുറേ കാലം നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.